നടീനടന്മാർക്ക് ഓരോ സിനിമയിലും അഭിനയിക്കുന്നതിന് ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ആക്ച്വലി അവരെന്താണ് ചെയ്യുന്നത്? അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമുക്കും കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഒരു കഥയുമായിട്ട് ഒരു ആക്ടറെ അല്ലെങ്കിൽ ആക്ട്രസിനെ സമീപിക്കുന്നു. ആ കഥ അവരെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ അവർ ആ മൂവി കമ്മിറ്റ് ചെയ്യുന്നു, ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഫുൾ റെഡി ആയിട്ടുള്ള സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പണ്ടാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ആണ് അത്ര ഡയലോഗ്സ് ഒക്കെ കയ്യിൽ കിട്ടുക. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ അവര് ആ ഡയലോഗ്സ് ഒക്കെ പഠിച്ച് നല്ല പോലെ റിഹേഴ്സൽ ചെയ്ത് റെഡി ആവുന്നു. പണ്ടാണെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവര് അഭിനയിക്കുന്നതിന് മുൻപ് ജസ്റ്റ് റിഹേഴ്സൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവര് ഡയറക്ടർ പറയുന്ന ആ സീനുകൾ അഭിനയിക്കുന്നു. ഇത് രണ്ടായാലും അവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അവര് വേറെ ഒരാളായിട്ട് മാറുകയാണ് അല്ലെ. വേറെ ഒരാളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ബിഹേവിയർ, ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് അവരെ അഭിനയിക്കുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. അവരെ എന്ന് ഞാൻ പറയുന്നത് നടീനടന്മാരെ കുറിച്ചാണ്. സോ ചില ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആക്ഷൻ എന്ന് പറയുന്നവരെ അവര് സെറ്റിൽ കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ടാവും അത്രേ. അത് കഴിഞ്ഞ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി വേറെ ഒരാളായി മാറിപ്പോവും. ഒരു പരകായ പ്രവേശം എന്നൊക്കെ പറയാവുന്ന പോലെയാണ് എന്ന്. നമ്മളൊരു സിനിമ കാണുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ ഏത് റോളാണോ ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറാണ് നമ്മളവിടെ കാണുന്നത് അല്ലെ. അവര് സന്തോഷിക്കുമ്പോൾ നമ്മളും കൂടെ സന്തോഷിക്കുന്നു. അവരെ കരയുമ്പോൾ നമ്മളും സങ്കടപ്പെടുന്നു. അവര് ടെൻഷൻ അനുഭവിക്കുമ്പോൾ നമ്മളും അതേ സ്ട്രെസ് അനുഭവിക്കുന്നു. സോ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും മഞ്ജു വാര്യരായാലും ഏതൊരു ആക്ടർ ആയാലും ആ വ്യക്തിയെ നമ്മൾ ആ മൂവിയിൽ കാണാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും അവസാനം തിയേറ്ററിൽ പോയി കണ്ട മൂവി 83 എന്നുള്ള ഹിന്ദി മൂവിയാണ്. ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൂവി. അതില് ഒരു നിമിഷം പോലും ഞാൻ രൺവീർ സിംഗിനെ കണ്ടില്ല. ആക്ച്വലി ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു പോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ കാസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു. മോൻ ഇങ്ങനെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവി ഉണ്ട് അമ്മേ, നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കണ്ടു. സോ എനിക്ക് ഹിന്ദി മൂവീസ് പൊതുവേ ഞാൻ കാണുന്ന കൂട്ടത്തിലല്ല. അപ്പൊ ഇത് രൺവീർ സിംഗ് എന്ന് പറഞ്ഞിട്ട് ആക്ടർ ഉണ്ടെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ ചില ആഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതോ പേസ്റ്റിന്റെ ആഡിലോ മറ്റോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു മൂവി ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. സോ ഈ മൂവി കണ്ട് തീരുന്നവരെയും ഈ ആക്ടർ ആരാണ് എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കുറെ ഗെറ്റപ്പ് ഒക്കെ മാറിയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി മോനോട് ചോദിക്കായിരുന്നു, ഏതാ മോനെ ഈ കപിൽ ദേവായിട്ട് അഭിനയിച്ച ആ ആക്ടർ എന്ന് ചോദിച്ചപ്പോൾ മോനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ അത് രൺവീർ സിംഗ് ആണ്, അമ്മയ്ക്ക് അറിയില്ലെന്ന്. അത് അറിഞ്ഞാൽ പോലും ആ രൺവീർ സിംഗ് ആണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് ആ മൂവി കണ്ടാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു നിമിഷം പോലും ഞാൻ അവിടെ രൺവീർ സിംഗിനെ കാണില്ലായിരുന്നു. ഫുൾ ടൈം കപിൽ ദേവിനെയാണ് ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഫീലിങ്സും, അതായത് കപിൽ ദേവിന്റെ ഫീലിങ്സും ഇമോഷൻസും ബോഡി ലാംഗ്വേജും പെരുമാറ്റവും മാത്രമാണ് ഞാൻ ആ മൂവിയിൽ കണ്ടത്. സോ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ടേഴ്സിന് they are able to shift or change their emotions, feelings and behaviors as they want or as the director wants. അവർക്ക് അങ്ങനെ മാറാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഞൊടിയിടയിൽ അവര് വേണം എന്ന് വിചാരിക്കുന്ന ആ ഒരു സെക്കൻഡിൽ അവർക്ക് ആ റോളിന് വേണ്ട, ആ ക്യാരക്ടറിന് വേണ്ട ഇമോഷൻസും ഫീലിങ്സും ബിഹേവിയേഴ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അവർക്ക് അതിന് പ്രതിഫലമായിട്ട് തീർച്ചയായിട്ടും ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കിട്ടുന്നുണ്ടാവും. നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പല പല അവാർഡുകൾ കിട്ടുന്നുണ്ടാവും. അതൊക്കെ സത്യമാണ്. പക്ഷേ അവരും നമ്മളെ പോലെ സാധാരണ മനുഷ്യരാണ്. അവർക്കത് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സാധിക്കേണ്ടതല്ലേ? എന്ത് സാധിക്കേണ്ടതല്ലേന്ന്? അഭിനയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഒരുപാട് കാലത്തെ പ്രാക്ടീസ് കൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടുമൊക്കെ അവർക്ക് വേണമെന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷം വേറെ ഒരാളായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ട ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും വേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സാധിക്കും. അഭിനയിക്കാനല്ല, വേണ്ട സമയത്ത് വേണ്ട പോലെ തിങ്ക് ചെയ്യാനും ഫീൽ ചെയ്യാനും ബിഹേവ് ചെയ്യാനും വേണ്ട രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കും സാധിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യമാണ്. ഇഫ് ആക്ടേഴ്സ് ആർ ഏബിൾ ടു ചേഞ്ച് ഓർ ഷിഫ്റ്റ് ദെയർ മൈൻഡ് സെറ്റ്, ദെയർ ആറ്റിറ്റ്യൂഡ്, ദെയർ ഫീലിങ്സ്, ദെയർ ഇമോഷൻസ്, ദെയർ ബിഹേവിയേഴ്സ്, നമ്മളെപ്പോലെയുള്ള ഓരോ വ്യക്തിക്കും അത് സാധിക്കും. മടി തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മടി മാറ്റി ഉഷാറാവാൻ, സങ്കടം തോന്നുമ്പോൾ പെട്ടെന്ന് അത് സന്തോഷമാക്കി മാറ്റാൻ, എന്തിനെങ്കിലും കുറിച്ച് ഓർത്ത് ടെൻഷൻ തോന്നുമ്പോൾ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ, ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ അതൊന്ന് മാറ്റി കാം ആവാൻ,
ഇങ്ങനെ നമുക്ക് വേണ്ട പോലെ വേണ്ട സമയത്ത് ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ട പോലെ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ബിഹേവിയേഴ്സും മാറ്റാൻ നമുക്ക് സാധിക്കും. ആക്ടേഴ്സ് ആർ ആക്ച്വലി ആക്ടിങ് അല്ലെ, അവര് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളും അത് തന്നെയല്ലേ ചെയ്യുന്നത്. വി ആർ ആക്ടിങ് ആൻഡ് റിയാക്ടിങ്. സോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡ്, നമുക്ക് വേണ്ട ആ ഒരു മൈൻഡ് സെറ്റ്, നമുക്ക് വേണ്ട ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ വന്ന് ഭവിക്കും എന്നാണ് ഈ ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നും എപ്പോഴും എന്നുള്ള മൂവിയിൽ ലെന മഞ്ജു വാര്യരുടെ ഫ്രണ്ടായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്. അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സന്തോഷമാണെന്ന് നമ്മൾ ചുമ്മാ അങ്ങ് വിചാരിക്കുക, അങ്ങനെ കുറേ കാലം വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ശരിക്കും സന്തോഷമാവുമെന്ന്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തോട്ടായിട്ട് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ, നമ്മൾ വെറുതെ ഇങ്ങനെ സന്തോഷമാണെന്ന് കുറേ കാലം വിചാരിച്ചാൽ നമുക്ക് ശരിക്കും സന്തോഷമാവും. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് വെറുതെ ഒന്ന് ചിരിക്കുന്ന എക്സ്പ്രഷൻ, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ചീസ് എന്ന് പറയും അല്ലേ, അതുപോലെ ഒന്ന് വെറുതെ ചിരിക്കുന്ന എക്സ്പ്രഷൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് ജസ്റ്റ് ആ മസിലെങ്കിലും ഒന്ന് അനക്കി നോക്കിയേ, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യം ഒന്ന് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു കാര്യമാണ് ഞാൻ ഇതിൽ പറയണം എന്ന് വിചാരിച്ചത്. ആക്ടേഴ്സിന് കഴിയുമെന്നുണ്ടെങ്കിൽ, ആക്ടേഴ്സിന് അവരുടെ ഇമോഷൻസിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്കും അതിന് സാധിക്കേണ്ടതല്ലേ. നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ മാറ്റിയെടുക്കാൻ, നമുക്ക് വേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാൻ, നമുക്ക് വേണ്ട രീതിയിൽ ആക്ട് ചെയ്യാൻ, റിയാക്ട് ചെയ്യാനൊക്കെ നമുക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ആക്ടേഴ്സിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ പ്രതിഫലമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടാൻ പോകുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.